ഒരിക്കൽ ത്രേസ്യായുടെ സഹോദര സ്നേഹം നിറഞ്ഞ പ്രവർത്തനങ്ങൾ കണ്ട് റൊട്ടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന സഹോദരിമാർ പരസ്പരം പറഞ്ഞു തുടങ്ങി, ഒരു സുപ്പീറായിരിക്കുന്ന ത്രേസ്യായിക്ക് എങ്ങനെ സാധിക്കുന്നു തീഷ്ണതയോടും ആത്മധൈര്യത്തോടും കൂടെ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ? പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇവൾക്ക് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണെന്നും ഇവളുടെ കുമ്പസാരക്കാരൻ ആവശ്യപ്പെട്ടതുകൊണ്ടുമാണ് ഇവളിത് ചെയ്യുന്നതെന്നും. ത്രേസ്യ പലപ്പോഴും എസ്റ്റസിയോടെയോ അല്ലാതെയോ അപ്രതീക്ഷിത സമയങ്ങളിൽ ചാപ്പലിന് പുറത്ത്, പ്രത്യേകിച്ച് ഭക്ഷണശാലയിലും അടുക്കളയിൽ പോലും ദൈവാനുഭവത്തിലേക്ക് പോകാറുണ്ട്. ത്രേസ്യായുടെ സ്വന്തം മരുമകളായ മരിയ ബൗട്ടിസ്റ്റ പറയുന്നത്, ഇവൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു വറചട്ടിയും പിടിച്ച് തീയുടെ അടുത്തിരിക്കുമ്പോൾ ഒരിക്കൽ ഇവൾ എസ്റ്റസിയിൽ ആണ്ടുപോയി. പാത്രത്തിലുള്ള മുഴുവൻ എണ്ണയും വീണുപോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം ഞങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എണ്ണ നഷ്ടപ്പെടാതെ അവളുടെ കയ്യിൽ നിന്ന് പാൻ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ത്രേസ്യായുടെ ആത്മീയ വളർച്ചയാണ് ഇവിടെ നാം കാണുന്നത്. ത്രേസ്യ ഒരു നിമിഷ നേരം കൊണ്ട് തന്റെ മനസ്സിനെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ഉയർത്തി. അവസാനത്തെ ഒരു തുള്ളി എണ്ണ എന്നത്, ഗോൾഡൻ ഡ്രോപ്പ് എന്നത് ദൈവമാണ്. ആ ദൈവത്തിൽ തന്റെ ആത്മാവ് അലിഞ്ഞു ചേരുന്നു എന്നതിലേക്ക് ത്രേസ്യ ധ്യാനാത്മകമായി കടന്നുപോയി. ¿Qué le pasa, madre? Suelte. Yo la cogeré. Hija, por Dios, qué inoportunidad. Ya pasó. ¿Se ha caído algo? No. Ni una gota. Válgame Dios. La que hubiéramos hecho. നവീകൃത സന്യാസ സമൂഹം ആരംഭിച്ചതിന് ശേഷം സഹോദരിമാരുടെ ജീവിതത്തെക്കുറിച്ചും വസ്ത്രരീതികളെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇത്. ഒരു വസ്ത്രവും ഒരു സന്യാസിയെ സൃഷ്ടിക്കുന്നില്ല. എന്നാൽ ദൈവകൃപയിൽ നാം നമ്മുടെ മാതാവിന്റെ വസ്ത്രം ധരിക്കണം. വിശുദ്ധരായ സന്യാസി പ്രവാചകന്മാർ ചെയ്തതുപോലെ തങ്ങളുടെ പരുക്കൻ തുണി കൊണ്ടുള്ള വസ്ത്രങ്ങൾ അവകാശപ്പെടുന്ന ദാരിദ്ര്യത്തെയും ഏകാന്തതയുടെയും പ്രതീകമായി സ്വീകരിക്കണം. വരയില്ലാത്ത മാന്റിലും സ്കാപ്പുലറും ഹാബിറ്റും കമ്പിളി കാലുറകളും എന്നിവയാണ് നവീകൃത കർമ്മലീത്ത സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഡ്രസ് കോഡ്. ഒരിക്കൽ സമൂഹ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്വാഭാവികമായ ചൊറിച്ചിൽ അവരുടെ ഇടയിൽ ഉണ്ടായി. അധികം താമസിക്കാതെ അതെല്ലാവരിലേക്കും പകർന്നു. ഇതുമൂലം സമൂഹ പ്രാർത്ഥന നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥ അവിടെ ഉണ്ടാകുകയും കൂട്ടച്ചിരിയും വർത്തമാനവും ഒരാഘോഷത്തിന്റെ അന്തരീക്ഷം അവിടെ പെട്ടെന്ന് രൂപപ്പെട്ടു. Por si fuéramos pocos, parió la abuela. Menos mal que son chicos. Peor. Es que si fueran grandes, menudo ejército. Sí, llegaba hasta la muralla. A ver si con la procesión de mañana se aplacan. Por aquí. Espere, aquí. Espere un momento. La madre está escribiendo una canción. ത്രേസ്യ അല്പം അകലേക്ക് ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഒരു പാട്ട് എഴുതി ഉണ്ടാക്കുകയാണ്. അന്ന് വൈകുന്നേരം തന്നെ സമൂഹം മുഴുവനും ചേർന്ന് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടെ ക്രൂശിതരൂപവും വഹിച്ച് ഹന്നാംവെള്ളം തെളിച്ച് ആഘോഷമായ പ്രദക്ഷിണം നടത്തുകയാണ് കോൺവെന്റിന്റെ അകത്തുകൂടി.
nuestra luz, pedid favor, Él os será defensor en trance tal. Pues nos dais vestido nuevo, Rey celestial, librad de la mala gente este sayal. Inquiera este mal ganado en oración, el ánimo mal fundado en devoción, mas en Dios el corazón tened igual. Pues nos dais vestido nuevo, Rey celestial, librad de la mala gente este sayal. Pues nos dais vestido nuevo, Rey celestial, librad de la mala gente este sayal. Pues vinisteis a morir, no desmayéis, y de gente tan civil no temeréis, remedio en Dios hallaréis de tanto mal. Pues nos dais vestido nuevo, Rey celestial, librad de la mala gente este sayal. Pues nos dais vestido nuevo, Rey celestial, librad de la mala gente este sayal. Pues nos dais vestido nuevo, Rey celestial, librad de la mala gente. Corte por ahí. സമൂഹ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പൊതുജോലികളിൽ പങ്കുചേരുക എന്നത്. No es difícil. പൊതുജോലികളിലും പൊതുവായി ഉല്ലാസവേളകളിലുമാണ് മറ്റുള്ളവരുടെ സ്വഭാവ ഗുണങ്ങൾ തിരിച്ചറിയുവാനുള്ള ഇടങ്ങൾ തന്നെ. Me hace la caridad de dejarme sus tijeras. ത്രേസ്യായും സഹോദരിമാരും ഒരുമിച്ചിരുന്ന് ചില ജോലികൾ ചെയ്യുകയാണ്. ഇതിനിടയിൽ ഒരാൾ ഒരു കത്രിക ആവശ്യപ്പെടുകയും അത് കൊടുത്തപ്പോൾ തോളിൽ കൈകൾ വെച്ച് സ്വല്പം സ്നേഹത്തോടെ ഇടപെടാൻ ഇടയാകുകയും ഓമനപ്പേര് വിളിച്ച് ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. Las mías, mi vida. ഇത് ത്രേസ്യായുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്തരം പ്രവർത്തികൾ സന്യാസുചിതമല്ല എന്നും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നും സ്നേഹത്തോടെ നിർദ്ദേശവും ത്രേസ്യ നൽകി അവരെ തിരുത്തുകയാണ്. Romance. Ea, no haga pucheros tampoco por una nonada. Que no മാത്രമല്ല സന്യാസ സഹോദരിമാർ പുരുഷന്മാരെ പോലെ തന്നെ ധൈര്യവും മാനസിക സ്ഥിരതയും നിറഞ്ഞവരായിരിക്കണം എന്നുകൂടി ത്രേസ്യ ഇവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. antes he leído. ത്രേസ്യ തന്റെ സഹോദരിമാർക്ക് ഉപദേശം നൽകുകയാണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിനേക്കാൾ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഒരു കാര്യം എനിക്കറിയാം. El demonio deja അനുസരണം ഒരാത്മാവിന് ഒരുപാട് ഗുണം ചെയ്യും. y también cesan nuestros വിവേകം നിറഞ്ഞ അനുസരണത്തിലൂടെ പിശാചിന്റെ ആശങ്കകളും ആകുലത നിറയുന്ന ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാമെന്ന് അവൾ അവർക്ക് പറഞ്ഞുകൊടുത്തു. ഇക്കൂട്ടത്തിലുണ്ടായിരുന്ന ഊർഷള എന്ന സഹോദരിയുടെ ശാരീരിക ക്ഷീണം ശ്രദ്ധയിൽപ്പെട്ട ത്രേസ്യ ഉടനെ തന്നെ ആ സഹോദരിയോട് പോയി വിശ്രമിക്കാൻ ആവശ്യപ്പെടുകയാണ്. ¿Pero por qué? മറ്റൊരു സഹോദരി സിസ്റ്റർ ഊർഷളയെ സഹായിക്കുന്നു. ഇതിനിടയിൽ ത്രേസ്യ വന്ന് രോഗത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ചികിത്സ നൽകുകയും ചെയ്യുകയാണ്. a su celda. ¿Cómo está, hermana? Muy mala. Pues ¿qué tiene? ¿O qué le duele? No sé, hermana. Pero la madre lo dice. Ay, cortada de mí. No nos asuste, madre. ¿Qué tiene?
No se puede perder un momento. Que la lleven a la enfermería, que llamen al barbero y que la sangren. Vamos. ഈ ചികിത്സയുടെ ഭാഗമായി കൈ മുറിച്ച് രക്തം ഒഴുക്കിക്കളയുകയാണ്. അതിലൂടെ ഉണ്ടാകുന്ന വേദന സന്യാസ ജീവിതത്തിന്റെ ഭാഗമായി കാണുവാൻ പരിശ്രമിക്കുകയാണ് ഈ സഹോദരി. Ande, traiga. No, ha dicho la madre que lo sostenga ella. Vamos, quien sea. No, ahí no, más abajo. Anda, no mires si no tiran. Profundis clamaviate Domine, Domine exaudi vocem mea. 51 സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ഒരു കഴുതയെപ്പോലെ തോളിൽ 2 കൂട വെച്ച് കെട്ടി കഴുത്തിൽ കയറുമണിഞ്ഞ് ഭക്ഷണശാലയിലൂടെ നടന്നു നീങ്ങുന്നതും സമൂഹത്തിന്റെ മുമ്പിൽ സ്വയം എളിമപ്പെടുന്നതിന്റെ അടയാളമായും Propitiatio est, et proper legem tuam sustinuite Domine, sustinuit anima mea in verbo eius, speravit anima mea in Domino, a custodia matutina usque ad noctem, speret Israel in Domino, quia apud Dominum misericordia, et copiosa apud Deum redemptio, et ipse redimem Israel, ex omnibus iniquitatibus eius, requiem aeternam, dona ei Domine, et lux perpetua, lucea Dei. Pater noster, et ne nos inducas in tentatione, benedicat nos omnipotens Deus, Pater et Filius et Spiritus Sanctus. മനുഷ്യന്റെ തലയോട്ടിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ഈ ജീവിതത്തിന്റെ നൈമിഷ്ഠികതയെ ഓർമ്മപ്പെടുത്തുന്ന പ്രവൃത്തിയായും ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇത് നവീകൃത സന്യാസ ജീവിതത്തിന്റെ അതിതീവ്രമായ പരിത്യാഗത്തെയും കഠിനമായ ജീവിതത്തെയും വിളിച്ചറിയിക്കുന്നു. ഈ ജീവിതം എല്ലാവർക്കും ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളതല്ല. അതിന്റെ പ്രതിഫലനമാണ് വിളിയുണ്ട് എന്ന് പറഞ്ഞ് സന്യാസത്തിൽ കടന്നുകൂടിയ ചില മുഖങ്ങളിൽ തെളിഞ്ഞു വരുന്നത് നാം കാണുന്നത്. Se subió un monte, donde una vez sentado se le acercaron sus discípulos y los adoctrinaba diciendo: Bienaventurados los pobres de espíritu, porque de ellos es el reino de los cielos. Bienaventurados los mansos y humildes, porque ellos poseerán la tierra. No la debe. ദൈവിക കാര്യങ്ങൾ ഭക്തിയോടും താല്പര്യത്തോടും കൂടെ ചെയ്യുന്ന ഒരു സന്യാസ സമൂഹത്തിനാണ് നവീകൃത സമൂഹം കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. പ്രാർത്ഥനയ്ക്കും സമൂഹ ജീവിതത്തിനുമായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത്. ഇതെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് തന്റെ സുഹൃത സരണി എന്ന പുസ്തകത്തിലൂടെ ത്രേസ്യ എഴുതി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. No la debemos dormir. La Virgen a solas piensa que dirán
Cuando al Rey de luz inmensa parirá, no la debemos dormir la noche santa, no la debemos dormir, no la debemos dormir. Miren qué galán ha quedado San José vestido de tiros largos. Parece que sonríe. Claro, nos agradece que le hayamos quitado años. Qué primorosamente pintado. ¿Quién lo ha hecho? Una hermana cualquiera, con la ayuda de Dios. Ha sido la hermana Úrsula. Calle, no la contradiga. Que bien respondió a mi impertinente curiosidad. സന്യാസത്തിന്റെ പുണ്യപൂർണതയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് കുറെ പ്രാർത്ഥനകൾ മാത്രമല്ല, ഒരുമിച്ചുള്ള ജീവിതവും അതിലെ കടമകൾ ചെയ്തു തീർക്കുന്നതിലുമാണ് എന്ന് ത്രേസ്യ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയുടെ വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ ത്രേസ്യായുടെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല ജീവിതക്രമങ്ങളിൽ നിന്നും ക്രിസ്തീയ സന്യാസം എന്നത് തികച്ചും വ്യത്യസ്തമാണെന്നാണ്. ഈ സന്യാസ ജീവിതം എളുപ്പമുള്ളതും ആർക്കും ജീവിക്കാവുന്നതുമായ ഒരു ജീവിതക്രമമല്ല. മറിച്ച് വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ് സന്യാസത്തിലൂടെ ആരോഗ്യവും സമയവും കഴിവുമെല്ലാം പ്രാർത്ഥനയ്ക്കും പരിത്യാഗത്തിനും സമൂഹ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പങ്കുവെക്കുവാനും ദൈവമഹത്വത്തിനും അവിടുത്തെ സ്തുതിക്കുമായി നിസ്വാർത്ഥമായി സമർപ്പിക്കുവാനുള്ള നിശ്ചയദാർഢ്യവും കഠിന പരിശ്രമമുള്ളവർക്കുള്ളതാണ് ഈ ജീവിതം. ചുരുക്കത്തിൽ അവനവന്റെ ജീവിതാന്തസ്സിനോടുള്ള വിശ്വസ്തതയും അർപ്പണ മനോഭാവവും ആഴമേറിയ ദൈവവിശ്വാസവും നമ്മെ ദൈവ ഐക്യത്തിലേക്ക് നയിക്കുന്ന വഴികൾ തന്നെയാണ്. ഒരടി പോലും പിന്നോട്ടില്ല. തിരഞ്ഞെടുത്ത ജീവിതാന്തസ്സിൽ നമുക്ക് മുന്നേറാം.